നമസ്തേ. സുരേഷ് ഗോപി മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങിയ മാധ്യമപ്രവർത്തകരെ കുറിച്ചാണ് ഇന്നത്തെ ലൈവ്. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ സ്ഥിരം കാണുന്നതാണ് മാധ്യമപ്രവർത്തകരും സുരേഷ് ഗോപിയും തമ്മിലുള്ള വലിയ രീതിയിലുള്ള അംഗങ്ങൾ. സുരേഷ് ഗോപി എന്നു മുതലാണ് ഇങ്ങനെ മാധ്യമങ്ങളുടെ കണ്ണിലെ കരടായത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയെ ഇങ്ങനെ മാധ്യമപ്രവർത്തകർ കടന്നാക്രമിക്കുന്നത് എന്നതിന്റെ ഉത്തരം കിട്ടും. സുരേഷ് ഗോപി മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി ഇരുന്നപ്പോഴോ പ്രത്യക്ഷമായില്ലെങ്കിലും അദ്ദേഹം ചില രാഷ്ട്രീയ നിലപാടുകളൊക്കെ പല ഘട്ടങ്ങളിലും എടുത്തിരുന്നു. അന്നോ അതിനു മുമ്പ് സിനിമയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴോ ഒന്നും തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. സുരേഷ് ഗോപി എന്നു മുതലാണോ ബിജെപിയുടെ അംഗമായി മാറിയത്, ബിജെപിയിൽ മെമ്പർഷിപ്പ് എടുത്തത്, ബിജെപിയുടെ ലേബലിലേക്ക് വന്നത്, അന്നു മുതൽ സുരേഷ് ഗോപിക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളുമായി കേരളത്തിലെ പൊതുസമൂഹവും മാധ്യമങ്ങളുമെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട്. പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവരും കോൺഗ്രസുകാരും എന്ന് പറയേണ്ടിയിരിക്കുന്നു. മൊത്തത്തിലുള്ള പൊതുസമൂഹത്തെ പറയാൻ കഴിയില്ല. അദ്ദേഹം എന്ത് ചെയ്താലും അതെല്ലാം വിവാദമാക്കുക എന്നത് മാധ്യമങ്ങളുടെ ഒരു സ്ഥിരം ശൈലിയായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മളത് കാണുന്നതുമാണ്. സുരേഷ് ഗോപി ഒരു സ്ത്രീ, നിറഗർഭിണിയായ ഒരു സ്ത്രീയുടെ വയറ്റിൽ തൊട്ടു. അതിനുശേഷം ഒരു മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം. നമുക്കറിയാം, അദ്ദേഹത്തെ പീഡന കേസിൽ വരെ പെടുത്താൻ അദ്ദേഹം പീഡിപ്പിച്ചു. അതായത് പൊതുരംഗത്ത് നടന്ന, പൊതുജനങ്ങളുടെ സമീപത്ത് മീഡിയയ്ക്ക് മുന്നിൽ നടന്ന ഒരു വിഷയത്തെ പോലും വക്രീകരിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും അദ്ദേഹത്തോട് ചെയ്തത് എന്താണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ എത്രമാത്രം വേട്ടയാടാമോ അതിന്റെ അങ്ങേയറ്റത്തെ പരിധിയിൽ വേട്ടയാടിയിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം അത് കഴിഞ്ഞ് തൃശൂരിൽ മത്സരിക്കുന്നു. ഓരോ ദിവസവും വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. അദ്ദേഹം പ്രവർത്തകരോട് എന്തോ ദേഷ്യപ്പെട്ട് പറഞ്ഞത് വിവാദം. അദ്ദേഹം മേൽമുണ്ടിട്ട് ക്ഷേത്രത്തിൽ പോയത് വിവാദം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മേൽമുണ്ടിട്ട് അദ്ദേഹം ക്ഷേത്രത്തിൽ പോയപ്പോ അദ്ദേഹത്തെ സവർണ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ ശ്രമമാണ് നടത്തിയത്. കഴിഞ്ഞ ദിവസം കൽപ്പാത്തി രഥോത്സവത്തിൽ അതുപോലെ തന്നെ മേൽമുണ്ടിട്ടുകൊണ്ടാണ് സരിൻ കൽപ്പാത്തി രഥോത്സവത്തിന് പോയത്. എന്തുകൊണ്ടാണ് അത് വാർത്തയാകാതിരുന്നത്? അപ്പോൾ സുരേഷ് ഗോപി എന്ത് ചെയ്താലും അദ്ദേഹം പൂരം കലക്കി. അദ്ദേഹത്തെക്കുറിച്ച് എന്നും എന്തെങ്കിലും ആരോപണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമായി കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എടുത്തിരിക്കുന്നു. ഒരു അജണ്ടയുടെ ഭാഗമാണ്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടുന്ന, മാധ്യമപ്രവർത്തകരെ മുൻനിർത്തിക്കൊണ്ട് മറ്റാരെങ്കിലും ചെയ്യുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ സംഘടന KUWJ എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് പറഞ്ഞാൽ രാഷ്ട്രീയമില്ല. KUWJക്ക് രാഷ്ട്രീയമില്ലാത്ത ട്രേഡ് യൂണിയൻ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും കൃത്യമായ ഇടതു സ്വഭാവം പുലർത്തുന്ന സംഘടനയാണ് ആ സംഘടന എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പിണറായി വിജയൻ കടക്ക് പുറത്ത് എന്ന് ആക്ഷേപിച്ചപ്പോൾ, ആട്ടിപ്പുറത്താക്കിയപ്പോൾ ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഇവിടെ കണ്ടില്ല. ഒരു പത്രക്കുറിപ്പിൽ മാത്രം ഒതുങ്ങുന്ന പ്രതിഷേധത്തിനപ്പുറം ഇന്ന് വരെ ഇങ്ങനെ റോഡിൽ ഇറങ്ങുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായോ എന്ന കാര്യം നമ്മൾ ആലോചിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയെ വേട്ടയാടുന്നത് എന്നതിന്റെ ഉത്തരം കിട്ടുന്നത്. നമ്മൾ കണ്ടതല്ലേ എത്ര തരത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ വേശ്യെന്ന് വിളിച്ച ഒരു MLA കേരളത്തിലുണ്ട്, പ്രതിഭ. അന്ന് യാതൊരു തരത്തിലുള്ള പ്രതിഷേധവും ആരുടെയും ഭാഗത്തുനിന്ന് കണ്ടില്ല. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ, അതായത് മാധ്യമപ്രവർത്തക സമൂഹത്തെ ഒന്നാകെ ഇറച്ചിക്കടയ്ക്ക് മുന്നിൽ കാവൽ നിൽക്കുന്ന പട്ടിയെന്ന് വിളിച്ചപ്പോൾ ഒരു തരത്തിലുള്ള പ്രതിഷേധവും കണ്ടില്ല. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ചേർന്ന് ഒരു റിലീസ് ഇറക്കിയപ്പോൾ മാധ്യമപ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ദേശാഭിമാനിയിലെ ഒരു മാധ്യമപ്രവർത്തകൻ വന്നാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞതോടുകൂടി വളരെ കൃത്യമായി തന്നെ ആ സമരപരിപാടികൾ ബഹിഷ്കരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സുരേഷ് ഗോപി പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ കഴിഞ്ഞ ഇടയ്ക്ക് തൃശൂരിൽ ഒരു മാധ്യമപ്രവർത്തകനെ അടിച്ചു എന്ന് പറഞ്ഞ്, മാധ്യമപ്രവർത്തകനെ കാറിന്റെ മുമ്പിലേക്ക് എന്ന് തടയുമ്പോൾ അദ്ദേഹം തട്ടിമാറ്റിയതിനെ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ അംഗമുണ്ടാക്കി. അന്ന് എന്തായിരുന്നു നമ്മൾ കണ്ടത്? ആദ്യം ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ റെസ്പോൺസ് തേടി അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായത്തിന് ശേഷം വീണ്ടും അരമണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ വീണ്ടും അദ്ദേഹത്തെ ഉപദ്രവിക്കാനായി വരികയാണ്. ഇവിടെ എല്ലാവരും പറയുന്നത് എന്താണ്? സുരേഷ് ഗോപിക്ക് സിനിമയിൽ നിന്ന് സുരേഷ് ഗോപി ഇറങ്ങിയിട്ടില്ല, സുരേഷ് ഗോപിക്ക് അത്തരത്തിലുള്ള അസ്വസ്ഥതകളാണെന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് എന്ന്
മാധ്യമപ്രവർത്തകർ അംഗീകരിക്കുന്നുണ്ടോ എന്ന സംശയവും ബാക്കിയാവുകയാണ്. വേറെ ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയോട്, കേരളത്തിലെ കേന്ദ്രമന്ത്രിമാരോടല്ലാതെ വേറെ ഏതെങ്കിലും കാലഘട്ടത്തിലുള്ള ഏതെങ്കിലും കേന്ദ്രമന്ത്രിമാർക്ക് മുന്നിലേക്ക് ഇങ്ങനെ 24 മണിക്കൂറും ഓടിച്ചെല്ലാൻ കഴിയുമോ? എന്തിന്? കേന്ദ്രമന്ത്രി പോകട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് 7 അയലത്തേക്ക് ചെല്ലാൻ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർക്ക് ധൈര്യമുണ്ടോ? കടക്ക് പുറത്ത് നാട്ടുമ്പോൾ പഞ്ചഭുജമടക്കി മാറി നിൽക്കാനും പിന്നീട് അദ്ദേഹത്തെ ശല്യം ചെയ്യാതിരിക്കാനുമല്ലേ ശ്രമിച്ചിട്ടുള്ളത്? ഇപ്പോ പിണറായി വിജയന്റെ മുന്നിലേക്ക് ആരെങ്കിലും ബൈറ്റ് ചോദിച്ചു പോകുന്നുണ്ടോ? ഇല്ല. പിണറായി വിജയനെ പേടിയുണ്ട്. ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം 2 മാധ്യമങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെതിരെ പെരുവഴിയിൽ ഇറങ്ങാഞ്ഞത്? അത് പത്രപ്രവർത്തക യൂണിയനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്രയും കൃത്യമായി കൗണ്ടർ ചെയ്യാൻ അറിയുന്ന, കൃത്യമായി വിവരങ്ങൾ പറയാൻ അറിയുന്ന, അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ആൾക്കാരെ പേടിയായതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെതിരെ തെരുവിലിറങ്ങാഞ്ഞത്. ശോഭാ സുരേന്ദ്രനെതിരെ തെരുവിലിറങ്ങിയാൽ വിവരം അറിയും, അതുകൊണ്ടാണ് ഇറങ്ങാതിരുന്നത്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി ഇമോഷണലായ ഒരാളാണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവൻ അറിയാം. ഇന്നലെയും സംഭവിച്ചത് എന്താണ്? ഇന്നലെയും അദ്ദേഹം ഭീഷണിപ്പെടുത്തി എന്ന വാദമാണ് മാധ്യമപ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. ആ ലൈവ്, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ലൈവ് കണ്ട ഒരാളാണ് ഞാൻ ടി വി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു വാർത്ത വരികയും ആ വാർത്തയിൽ അലക്സ മുഹമ്മദ് സംസാരിക്കുകയും ചെയ്യുന്ന, ക്ഷമിക്കണം, ഒരു കോള് വന്നിരുന്നു. ഈ അലക്സ മുഹമ്മദ് സംസാരിക്കുമ്പോൾ, അലക്സ മുഹമ്മദ് ഈ വിഷയം വിശദീകരിക്കുമ്പോൾ പറഞ്ഞത്, ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ എന്റെ മുന്നിൽ കൂടി സുരേഷ് ഗോപി കടന്നുപോയി, ഞാൻ ചോദ്യം ചോദിച്ചു, അദ്ദേഹം അപ്പോൾ മാന്യമായ പ്രതികരണം നടത്തി പോയി, പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ടല്ലോ, അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് കടന്നുപോയി. അതിനുശേഷം വീണ്ടും ഞാൻ ചോദ്യം ചോദിച്ചു, അതായത് അദ്ദേഹം പ്രതികരണം നടത്തി കടന്നുപോയ ആളോട് വീണ്ടും ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു. ആ ചോദ്യം ചോദിച്ച ശേഷം അദ്ദേഹം അങ്ങോട്ട് നടന്നുപോയ ശേഷം തിരിച്ച് അലക്സ മുഹമ്മദിനെ തിരിച്ചു വിളിച്ചിട്ട് നിങ്ങൾ ആ പ്രസംഗം കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പ്രസംഗത്തെക്കുറിച്ചല്ല ചോദിക്കുന്നത്, ഞാൻ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രതികരണത്തെക്കുറിച്ചാണ് ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് പറയാൻ സൗകര്യമില്ല എന്ന് അദ്ദേഹം പറയുകയും, അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് കാണിച്ചു തരാമെന്നാണ്. അലക്സ മുഹമ്മദിനെ ഭീഷണിപ്പെടുത്തിയത് പാർലമെന്റിൽ കാണിച്ചു തരാമെന്ന് അലക്സ മുഹമ്മദ് തന്നെ പറയുന്നതാണ്. ഇന്നും അലക്സ മുഹമ്മദ് സംസാരിക്കുമ്പോൾ, സെക്രട്ടേറിയറ്റിന് മുന്നിലാണെന്ന് തോന്നുന്നു നടക്കുന്ന പരിപാടിയിൽ സംസാരിക്കുമ്പോൾ അലക്സ മുഹമ്മദ് ഈ വാചകം തന്നെയാണ് പറയുന്നത്. അതായത് പാർലമെന്റിൽ കാണിക്കാമെന്ന് പറഞ്ഞാൽ അലക്സ മുഹമ്മദിനെ കാണിക്കാമെന്നല്ലോ. അതെങ്ങനെയാണ്? അലക്സ മുഹമ്മദ് പാർലമെന്റ് അംഗമാണോ? പിന്നെ എങ്ങനെയാണ് അലക്സ മുഹമ്മദിനെ കാണിക്കാം എന്ന് പറഞ്ഞു, അലക്സ മുഹമ്മദിനെ ഭീഷണിപ്പെടുത്തി എന്ന വാദം എങ്ങനെയാണ് മുന്നോട്ട് വെക്കുക? അത് മാധ്യമപ്രവർത്തകർ, അത് അദ്ദേഹത്തിന്റെ ഗൺമാൻ ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നതിന് എന്തെങ്കിലും തെളിവ് അലക്സ മുഹമ്മദിന്റെ കയ്യിലുണ്ടോ? അലക്സ മുഹമ്മദ് പറയുന്നതിനെ അങ്ങ് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, എല്ലാ മാധ്യമപ്രവർത്തകരും തെരുവിലിറങ്ങി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? CPM-മായി ബന്ധപ്പെട്ടോ CPM-ലെ നേതാക്കന്മാരെയോ പറഞ്ഞാൽ ദേശാഭിമാനിക്കാരനും കൈരളിക്കാരനും ഉടൻ തന്നെ രംഗത്ത് വരും. നേരെ മറിച്ച് BJP-ക്കാരെ പറഞ്ഞാൽ ജന്മഭൂമിയോ ജനമോ സംഘപരിവാർ അനുകൂലികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചോദ്യം ചെയ്യാനുള്ള ഗട്സ് ഇല്ല എന്ന് വളരെ കൃത്യമായി പത്രപ്രവർത്തകരുടെ ആൾക്കാർക്കറിയാം. കമാതൊരക്ഷരം ഉരിയാടാതെ അവിടെ അംഗമായിരിക്കാൻ മത്സരിക്കുന്നവരും അവരുടെ ഏതെങ്കിലും ഭാരവാഹിത്വം കിട്ടാൻ മത്സരിക്കുന്നവരുമാണ് സംഘപരിവാർ അനുകൂലികളായി അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും എന്തും ചെയ്തു കളയാം എന്ന സ്ഥിതിയുള്ളത്. മറ്റൊരു കാര്യം പറയാം, 3-4 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംസ്ഥാന സമിതി നടക്കുമ്പോൾ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രിയെ വിളിച്ചുകൊണ്ടുവന്നു. വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രി, ഇതൊന്നും മാധ്യമപ്രവർത്തകർ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ സമ്മേളനം ആയതുകൊണ്ട് തന്നെ പുറത്ത് നാട്ടുകാർ അറിയാത്ത കാര്യങ്ങളാണ്. വി മുരളീധരനെ വിളിച്ചുകൊണ്ടുവരുമ്പോൾ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പത്രപ്രവർത്തക യൂണിയനും പ്രസ് ക്ലബിന്റെ രണ്ടാണ്. പത്രപ്രവർത്തക യൂണിയന്റെ ഓഫീസ് വേറെയാണ്, കേസരി. അപ്പോ തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ്ബും പത്രക്കാരും തമ്മിൽ, പത്രപ്രവർത്തക യൂണിയനും അവിടുത്തെ ചില തൽപര കക്ഷികളും ഒക്കെ തമ്മിൽ ഒരു വലിയ തർക്കം നടക്കുന്നുണ്ടായിരുന്നു. ഒരു മാധ്യമ പ്രവർത്തകയുമായി ബന്ധപ്പെട്ട് അവരെ സദാചാര പോലീസിംഗ് നടത്തി എന്ന വിഷയത്തിൽ, ആ വിഷയവുമായി ബന്ധപ്പെട്ട് വി മുരളീധരൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ആ യോഗത്തിൽ. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാരല്ലേ അവർ, ഇതിനിടയിൽ എന്തോ ഒരു രാഷ്ട്രീയമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുവെന്ന് വി മുരളീധരൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തൽപര കക്ഷികളായ സ്ത്രീകൾ വി മുരളീധരനെ തടഞ്ഞു. ഒരു കേന്ദ്രമന്ത്രിയെ ഒരു യോഗത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ തടഞ്ഞു വെക്കുന്ന രീതിയിലേക്ക്, അത് വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു. ഇത്തരം വിഷയങ്ങൾ ചോദ്യം ചെയ്യുന്നവരാണ് മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ സംഘടനയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരിക. ഇത്തരം വിഷയങ്ങളെ ചോദ്യം ചെയ്യുന്നത് കൊണ്ട് അത്തരക്കാരെ മാത്രമേ ഇവർ കടന്നു ആക്രമിക്കുകയുള്ളൂ, അല്ലാത്തവരെ ആക്രമിക്കുകയില്ല. ഇവിടെ എന്താണ് സുരേഷ് ഗോപിക്കുണ്ടായ
പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് സുരേഷ് ഗോപി പിന്നീട് ഒരിക്കലും അവരുമായി ഒരു കോംപ്രമൈസിന് തയ്യാറായിട്ടില്ല. കേരളത്തിലെ മാധ്യമ പ്രവർത്തകര് സുരേഷ് ഗോപിയോട് മോശമായി പെരുമാറി. അദ്ദേഹത്തെ കുറിച്ച് എന്തെല്ലാമാണ് കഥകൾ ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞില്ല, ഒരു സിമ്പിൾ ഉദാഹരണമല്ലേ. അദ്ദേഹം ഒരു മേൽമുണ്ട് ധരിച്ച് ക്ഷേത്രത്തിൽ പോയപ്പോൾ ആഘോഷിച്ചവർ എന്തുകൊണ്ടാണ് കൽപ്പാത്തി രഥോത്സവത്തിൽ സരിൻ ഇതേപോലെ മേൽമുണ്ട് ധരിച്ചു പോയപ്പോൾ ആഘോഷിക്കാതിരുന്നത്? ആ ഒറ്റ ഒരു വിഷയത്തിൽ തന്നെ സുരേഷ് ഗോപിയെ കടന്നാക്രമിക്കാനും വെറുതെ ഇരിക്കുന്ന സുരേഷ് ഗോപിയെ വെറുതെ പ്രശ്നത്തിലാക്കാനുമുള്ള ശ്രമമല്ലേ നടത്തുന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഗൌരവമാർന്നൊരു വിഷയം ഇന്ന് അലക്സ മുഹമ്മദ് പറയുകയുണ്ടായി. ഞാൻ ബിജെപിയുടെ നേതാക്കന്മാരോട് സംസാരിച്ചപ്പോൾ ബിജെപിയുടെ നേതാക്കന്മാർ പറഞ്ഞു എന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കേന്ദ്രത്തിനെ ചെയ്യാൻ കഴിയുമെന്ന്. അതുകൊണ്ടായിരിക്കാം ഇന്ന് കേന്ദ്രത്തിനെ അറിയിക്കാനോ അല്ലെങ്കിൽ കേന്ദ്രത്തിനെ ഏതെങ്കിലും രീതിയിൽ അറിയിക്കാനോ ആയിരിക്കാം ഡൽഹിയിലെ ചില അവരുടെ തൽപര കക്ഷികളായ ചില ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഡൽഹിയിൽ ഒരു പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയിൽ ഈ പ്രാവശ്യം ഭരണസമിതിയിലേക്ക് കയറി ഒരാൾ അയാൾ ഇവിടെ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രൊപ്പഗണ്ട ഉണ്ടാക്കിക്കൊണ്ട് ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സമ്മേളനം ഗൂഗിൾ മീറ്റ് നടത്തി എന്ന് തോന്നുന്നു. ആ ഗൂഗിൾ മീറ്റ് നടത്തി ഈ പറയപ്പെടുന്ന മാധ്യമ പ്രവർത്തകൻ 4 പേരെ അറിയുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്, ഇടതുപക്ഷക്കാരനാണെങ്കിലും. അതുകൊണ്ട് മറ്റേതെങ്കിലും പത്രങ്ങളിലൊക്കെ വാർത്ത വരുത്തി സുരേഷ് ഗോപിയെ യഥാർത്ഥത്തിൽ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇതിന്റെ പുറപ്പാടെന്ന് തോന്നുന്നു. അങ്ങനെ ബിജെപിക്കാർ ഇത് കേന്ദ്രത്തിൽ അറിയിച്ചെങ്കിലേ എന്തെങ്കിലും നടപടി ഉണ്ടാവുകയുള്ളൂ എന്ന് ബിജെപിക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് ബിജെപിക്കാരാണെന്ന് ഇയാൾ വെളിപ്പെടുത്തണം. കാരണം അത്രയും ഗുരുതരമായ ഒരു ആരോപണം, അതായത് കൂടെയുള്ള മന്ത്രിയെ, തങ്ങളുടെ കൂടെയുള്ള കേന്ദ്രമന്ത്രിയെ അത്തരത്തിൽ പ്രതിരോധിക്കാൻ ആരാണ് അതിനെ ആക്കം കൂട്ടിയതെന്ന് ബിജെപിക്കാരും പറയേണ്ടതുണ്ട്. ഇനി ബിജെപിക്കാർ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ പറയുന്ന ആരെങ്കിലും ബിജെപിയിൽ ഉണ്ടാകുമോ എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ ബിജെപിയും അത് മറുപടി പറയേണ്ടതാണ്. ഒരു രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരാൾ അയാൾ രാഷ്ട്രീയക്കാരനായി പോയി അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു വ്യക്തിക്ക് അയാൾക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയമുണ്ടെങ്കിൽ അവരെ എല്ലാം തകർത്ത് കളയാമെന്ന് ഇടതുപക്ഷത്തിനൊരു ധാർഷ്ട്യമുണ്ടെങ്കിൽ അത് നടപ്പില്ല. അത്തരത്തിൽ തകർക്കാൻ നിന്നു തരാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. ഇവിടെ സുരേഷ് ഗോപി ഏതൊക്കെ തരത്തിലാണ് ആക്രമിച്ചത്? സുരേഷ് ഗോപി ഒരു പീഡന ശ്രമത്തിൽ വരെ സുരേഷ് ഗോപിയെ കുരുക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അദ്ദേഹം നിങ്ങളോട് എന്തിനാണ്, ഏത് രീതിയിലാണ് നിങ്ങളോട് പെരുമാറേണ്ടത്? കഴിഞ്ഞ കുറെ നാളുകളായി സുരേഷ് ഗോപിയുടെ പിറകെ നടന്ന് സുരേഷ് ഗോപി ആരാണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. അദ്ദേഹം ജയിച്ചതിന്റെ അസ്വസ്ഥത പൂരം കലക്കി എന്ന വാദം മുന്നോട്ട് വെക്കുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി സുരേഷ് ഗോപിയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുകയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വനിതാ മാധ്യമ പ്രവർത്തകരെ വേശ്യകളെന്ന് ആക്ഷേപിച്ച ഒരു മന്ത്രിയുടെ പുറകെ ഇപ്പോഴും മൈക്കും കൊണ്ട് നിങ്ങൾ നടക്കുന്നില്ലേ? ആ മന്ത്രി ക്ഷമിക്കണം, MLA, അവർ MLA ആയിരുന്നപ്പോൾ അവർക്ക് കിട്ടിയ ഒരു മാധ്യമങ്ങളുടെ തലോടൽ എന്തായിരുന്നു? എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട്? അത് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം, കഴിഞ്ഞ ആഴ്ച മാധ്യമപ്രവർത്തക സമൂഹത്തെ മാധ്യമപ്രവർത്തകരെ ഒന്നടങ്കം പട്ടി എന്ന് വിളിച്ച് ആക്ഷേപിച്ച, നായയോട് ഉപമിച്ച ഒരു പരിണതപ്രജ്ഞനായ വർഷങ്ങളുടെ പാരമ്പര്യം രാഷ്ട്രീയത്തിലുള്ള ഒരാൾ, അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ചെറുവിരൽ അനക്കാതെ അദ്ദേഹം വീണ്ടും ചോദ്യം ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ഞാൻ എന്റെ വാദഗതിയിൽ നിന്നും മാറുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു പത്രപ്രവർത്തക യൂണിയന്റെ നിലപാട്? ഇവിടെ സുരേഷ് ഗോപി ഒരു ക്ഷമയും പറയേണ്ട ആവശ്യമില്ല. സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭരണപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മാധ്യമപ്രവർത്തകരോട് പറയാവ എന്നതിനപ്പുറത്തേക്ക് ഒരു വിവാദങ്ങളിലും അദ്ദേഹത്തിന്റെ അഭിപ്രായം തേടേണ്ട ആവശ്യം കേരളത്തിൽ അദ്ദേഹത്തിന് എന്തിനാണെന്നേ എപ്പോഴും പോയി അദ്ദേഹത്തിന്റെ ഇതിലേക്ക് കൊണ്ടുവന്ന് മൈക്ക് വെക്കുന്നത്. ഇവിടെ വഖഫുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? വഖഫുമായി ബന്ധപ്പെട്ട് ഞാൻ ആ വാക്ക് ഉച്ചരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് മതവികാരത്തെ വ്രണപ്പെടുത്തലാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതൊരു നിയമത്തെ പറ്റിയാണ് പറഞ്ഞത്, ഒരു മതത്തെ പറ്റിയല്ല പറഞ്ഞത്, ഒരു നിയമത്തെ പറ്റിയാണ് പറഞ്ഞത്. പൌരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് പാസാക്കിയ നിയമം കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ വലിച്ചു കയറിഞ്ഞ് റോഡിലെറിഞ്ഞതാണ്. അന്നൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ അന്ന് മതവികാരം വ്രണപ്പെടുമായിരുന്നു. അപ്പോൾ ഒരു നിയമത്തെ കുറിച്ച് പറയുമ്പോൾ, ആ നിയമവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുമ്പോൾ അത് മതവികാരം വ്രണപ്പെട്ടു എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. കേരളത്തിലെ അടിസ്ഥാന വർഗത്തിലെ, കേരളത്തിലെ മനുഷ്യരുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ് അവരുടെ താമസ സൗകര്യം. അത്തരത്തിൽ റോഡിൽ പെരുവഴിയിലേക്ക് ജനങ്ങളെ ആക്കുന്ന ചില നിയമങ്ങൾ, അത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടെങ്കിൽ ആ നിയമത്തിലൂടെ തന്നെ പരിഹരിക്കേണ്ടതാണ്. അത് അദ്ദേഹം പറഞ്ഞ എന്താണ്? പാർലമെന്റിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അത് അലക്സ മുഹമ്മദിനെ ഭീഷണിപ്പെടുത്തിയതാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രൊപ്പഗണ്ട ഉണ്ടാക്കിക്കൊണ്ട് മാധ്യമങ്ങൾ മുമ്പോട്ട് വരികയാണ്. എങ്ങനെയാണ് മാധ്യമ പ്രവർത്തകൻ? ഞാനൊക്കെ പഠിച്ച കാലത്ത് പഠിച്ചിരുന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ആക്ടിവിസം അല്ല എന്ന് തന്നെയാണ്. ഇത് മറ്റുള്ള രാഷ്ട്രീയക്കാർ, അതായത് CPM-കാരായ രാഷ്ട്രീയക്കാർ എന്തു പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല, അതിനൊന്നും ഒരു തരത്തിലുള്ള പരാതിയുമില്ല. നേരെ മറിച്ച് ബാക്കിയുള്ളവരെല്ലാം ഇത് സഹിക്കേണ്ടവരാണ്. അങ്ങനെയാണോ? അതായത് കേന്ദ്രമന്ത്രിയായ V. മുരളീധരനെ തടഞ്ഞപ്പോഴും അന്ന് ഒരു പ്രശ്നവുമില്ല. ഒരു ആളെ അവരുടെ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തുക,
ഒരു സംസ്ഥാന സമിതിയിലേക്ക് കേന്ദ്രമന്ത്രിയെ വിളിച്ചു വരുത്തിയിട്ട് 4 പെണ്ണുങ്ങൾ കൂടി നിന്ന് ആ സ്ത്രീകൾ അവിടെ നിന്ന് അവർക്ക് എന്താ മുരളീധരൻ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമില്ലേ? അദ്ദേഹത്തിന് ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ലേ? അദ്ദേഹത്തിന് തോന്നിയ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. ഇതിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകർ ചിന്തിക്കുന്നത് പോലെ തന്നെ ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചിന്തിക്കുന്ന പോലെ തന്നെ വി മുരളീധരൻ ചിന്തിക്കണമെന്ന് എന്തെങ്കിലും നിയമമുണ്ടോ? ഇവിടെ എന്താണ്? ഇവിടെ സുരേഷ് ഗോപി ഒരു തരത്തിലും യാതൊരു ക്ഷമയും പറയേണ്ട കാര്യമില്ല. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ അംഗീകരിക്കണം. വഴിയിൽ കൊണ്ടുവന്ന് ചോദ്യം ചോദിക്കാനും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുമുള്ള ആളല്ല സുരേഷ് ഗോപി. ഭരണപരമായ കാര്യങ്ങളിൽ അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ പോകാൻ സൗകര്യമുണ്ടെങ്കിൽ പോയി കേൾക്കുക, അത് കേട്ടിട്ട് പോരുക എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ വെറുതെ ഇങ്ങനെ ആക്രമിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് തോന്നുന്നത്. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ കുറെ നാളുകളായി ഇങ്ങനെ അദ്ദേഹത്തെ ഞാനാണെങ്കിലും എത്തരത്തിലെ പ്രതികരിക്കുകയുള്ളൂ. ഞാനൊരു ഇരയായി പോയ ഒരാളാണ് ഇത്തരത്തിൽ മാധ്യമ പ്രവർത്തകർ. അതായത് ഞാൻ വരുന്ന കാലത്ത്, അതായത് 2006-2007 കാലഘട്ടത്തിലൊക്കെ സംഘപരിവാർ അനുകൂലികൾ മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് വരുന്ന വളരെ കുറവായിരുന്ന ഒരു കാലത്ത്, ആ കാലത്ത് സംഘപരിവാർ അനുകൂലി ആയതുകൊണ്ട് തന്നെ അന്നു മുതൽ ഇന്ന് വരെ വേട്ടയാടപ്പെട്ട ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്കറിയാം എന്താണ് ഈ വേട്ടയാടലിന്റെ പിന്നിലെന്ന്. ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ പറയുകയും അത്തരത്തിൽ പലതരത്തിലുള്ള റൂമറുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവരാണ്. എനിക്കറിയാത്തതല്ല. ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരാളായതുകൊണ്ട് തന്നെയാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതൊക്കെ തരത്തിലുള്ള കഥകളും ഏതൊക്കെ തരത്തിൽ ഒരാളെ ആക്രമിക്കാനുള്ള കാര്യങ്ങളും കേരളത്തിലെ മാധ്യമ പ്രവർത്തക സമൂഹം ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ പറയാം. കേരളത്തിലെ മാധ്യമ പ്രവർത്തക സമൂഹം എന്ന് ഒറ്റയടിക്ക് പറഞ്ഞാൽ പോരാ. പല ജില്ലകളിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. എക്സ്പെഷ്യലി തിരുവനന്തപുരം ജില്ലയാണ് അതിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അത് രാഷ്ട്രീയവുമായി ഏറ്റവും അടുപ്പമുള്ള, രാഷ്ട്രീയവുമായി ഏറ്റവും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആൾക്കാരുള്ള കൂടുതലുള്ള സ്ഥലമായതുകൊണ്ടാവാം. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പാലക്കാടാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും ഒന്നും ഞാൻ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായിട്ടില്ല. നല്ല ആൾക്കാരുള്ള സ്ഥലങ്ങളായിരുന്നു. പക്ഷെ തിരുവനന്തപുരത്ത് വന്ന ശേഷം ഞാൻ അനുഭവിച്ചത് ഒരു കാരണവുമില്ലാതെ, ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന വിഷയത്തിൽ ഒരു കാരണവുമില്ലാതെ 1% പോലും ഞാൻ അതിൽ ഭാഗഭാക്കല്ലെങ്കിലും അതിൽ എന്നെ പിടിച്ചിടുക എന്നുള്ളത് ഒരു അത്തരത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, പല കാര്യങ്ങളും പറയുക, ഉണ്ടാക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ഹോബിയായിരുന്നു നിരന്തരം. അത്തരത്തിൽ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൽ ഫൈറ്റ് ചെയ്യാൻ ഒരുക്കമായിരുന്നുകൊണ്ടും, ഞാൻ ഫൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ 1 to 1 ഫൈറ്റ് ചെയ്യല്ല, ഞാൻ ഇതിനെ അവഗണിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഈ വിഷയങ്ങളൊന്നും എന്നെ ബാധിക്കില്ല. മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയോ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളോ അവരുടെ ഗണത്തിൽ, കാരണം അവരുടെ ഗണത്തിൽപ്പെടുന്ന, പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, അവരുടെ ഗണത്തിൽപ്പെടുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് എപ്പോഴും എല്ലായ്പ്പോഴും ഇവരുടെ പോലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാകാനോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പ്രസ് ക്ലബിന് താഴെ പോയെന്ന് കഥകൾ പറയാനോ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കി അതിൽ അഭിരമിക്കാനോ കള്ളുകുടിക്കാനോ അത്തരത്തിലുള്ള ഇടപാടുകൾക്കൊന്നും ഞാൻ പോകാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ വിഷയങ്ങളെ അവഗണിച്ച് കളയുകയായിരുന്നു പതിവ്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളൊന്നും എനിക്ക് വലിയ രീതിയിൽ ഫേസ് ചെയ്യേണ്ട, അത് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ വഴിക്ക് പോകുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് അത്ര പ്രശ്നം, എനിക്കത് ഫീൽ ചെയ്യാതിരുന്ന. ബേസിക്കലി ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാത്ത ഒരാളായിരുന്നു. പക്ഷെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹം വലിയ രീതിയിൽ അദ്ദേഹത്തിന് വലിയ ഇമോഷണൽ ആയ ഒരാളാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആരെങ്കിലും ഒരു സങ്കടം പറയുമ്പോൾ എത്രത്തോളം ഞാൻ അത്തരത്തിൽ ഒരാളുടെ സഹജീവിയുടെ വിഷമം കേൾക്കുമ്പോൾ സങ്കടം വരുന്ന ഒരാളാണ് ഞാനും. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കൂ, സ്വന്തമായി അദ്ദേഹം ഉണ്ടാക്കുന്ന കാശ്, ഒരു സാധാരണഗതിയിൽ ചാരിറ്റബിൾ സൊസൈറ്റികളും മറ്റുള്ളതുമൊക്കെ ഉണ്ടാക്കുന്നത് മറ്റുള്ളവരുടെ പണം കൊണ്ടാണ്. ഇവിടുത്തെ നന്മമരങ്ങളെല്ലാം മറ്റുള്ളവരുടെ പണം പിരിച്ചുകൊണ്ട് സ്വന്തം ചെലവിന് ഉപയോഗിക്കുമ്പോൾ, സ്വന്തം ചെലവിനും സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് അതിൽ 1% മാത്രം ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുമ്പോൾ, സുരേഷ് ഗോപി സ്വന്തമായി അന്വേഷിക്കുന്ന കാശ്, അദ്ദേഹം ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ് കൊണ്ട് അദ്ദേഹം മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന ഒരാളാണ്. അത്തരത്തിൽ സഹായം ചെയ്യുന്ന അദ്ദേഹത്തെ പോലുള്ളവരെ നിങ്ങൾ മനുഷ്യരാകാൻ ജീവിക്കാൻ വിടും. മനുഷ്യരാകണമെന്ന് പാടിയിട്ട് മാത്രമില്ല, മനുഷ്യരെ അസ്വസ്ഥതപ്പെടുത്താതെ അദ്ദേഹത്തിന്റെ പണി നോക്കി അദ്ദേഹത്തെ ജീവിക്കാൻ വിടൂ. ഈ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ എന്തിനാണ് ഇങ്ങനെ നടന്ന് കടന്നാക്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? നിങ്ങളോട് ആരോടും ഒന്നും ചെയ്യാൻ വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ വഴിയിലൂടെ പോകുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ ചോദിക്കൂ, അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും വാചകങ്ങളിൽ, അദ്ദേഹം ഭരണപരമായ ഏതെങ്കിലും കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ പണി, പാർലമെന്റ് അംഗമെന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പണി കൃത്യമായി ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ, തൃശ്ശൂരിന് വേണ്ട സഹായങ്ങൾ കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലാതെ അദ്ദേഹത്തെ എന്തിനാണ് ഇങ്ങനെ കടന്നാക്രമിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയുന്നു, ഇത് ഭീഷണി എന്ന് ആരാണ് പറഞ്ഞതെന്നറിയില്ല. എനിക്കൊരു സംഭവമുണ്ട്, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയാം. ഞാൻ സ്ഥാപനത്തിന്റെ പേര് കൂടി പറയാം. ഞാൻ ന്യൂസ് 8ന്റെ ഡെസ്കിൽ ജോലി ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രന്റെ ഒരു പ്രസംഗം ഡെസ്കിലേക്ക് വരികയാണ്. ഞാൻ ഏറ്റവും അതിലെ എങ്ങനെയാണ് വാർത്ത ചമയ്ക്കുന്നതെന്നുള്ളതിന്റെ സത്യാവസ്ഥയാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അതിൽ ജയരാജനോട് ചോദിക്കുന്ന ഒരു കൊളോക്കിയൽ ഭാഷയിൽ ശോഭാ സുരേന്ദ്രൻ പ്രസംഗിച്ച ഒരു വാചകം, അവിടെ ശോഭാ സുരേന്ദ്രൻ പറയുന്നത്, എന്തിനാണ് ജയരാജ ഇത്ര അഹങ്കാരം, തെക്കോട്ട് എടുക്കാറായില്ലേ? ഈ വാചകമാണ്. ഞാൻ ഡെസ്കിൽ ഇരിക്കുകയാണ്.
കേരളത്തിലെ ഏറ്റവും ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു ആൾ, മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. അവിടെ നിന്ന് ഈ വാർത്ത കേൾക്കുന്ന മാത്രയിൽ ഓടി വന്ന് ഡെസ്കിൽ വന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രന്റെ ഭീഷണി പ്രസംഗം അടിക്കൂ എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അതിലെവിടെയാണ് ഭീഷണി? ഒരു പ്രസംഗത്തിൽ കൊളോക്കിയലായി നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണ്? ആ ചോദ്യം തെക്കോട്ടെടുക്കാറായില്ലേ, എന്തിനാണ് ഈ അഹങ്കാരമൊക്കെ എടുക്കുന്നത്? ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ആ വാചകം എങ്ങനെ വരും? ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ജയരാജ നിന്നെ ഞങ്ങൾ തെക്കോട്ടെടുക്കും, അല്ലെ നിങ്ങളെ ഞാൻ തെക്കോട്ടെടുപ്പിക്കും എന്നാണ് ഭീഷണി. അപ്പൊ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ചോദിച്ചു, ഇതിൽ എവിടെയാണ് ഭീഷണി? ഇതിൽ എനിക്ക് ഭീഷണി കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അത് ഭീഷണിയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ വാചകം തിരുത്തിയടിച്ച്. ഇങ്ങനെയാണ് കേരളത്തിൽ മാധ്യമ പ്രവർത്തകർ വാർത്തകൾ പലപ്പോഴും ഉണ്ടാക്കുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇതുപോലെ ഈ പാർലമെന്റിൽ ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ വാചകത്തെ ഈ നിയമം ഭേദഗതി ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞതിനെ അതിനെ അലക്സ് റാം മുഹമ്മദിനെ ഭീഷണിപ്പെടുത്തി എന്നാക്കിക്കൊണ്ട് ഇന്ന് കേരളം ഒട്ടാകെ വലിയ രീതിയിലുള്ള എന്താണ് നടക്കുന്നത് നോക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്നലെ സംസാരിക്കണമെന്ന് വിചാരിച്ചതാണ്. കേരളം ഒട്ടാകെ വലിയ രീതിയിലുള്ള പ്രകമ്പനം കൊള്ളിച്ചു എന്നാണ് അവർ പറയുന്നത്. ഒരു പ്രകമ്പനം ഉണ്ടായിട്ടില്ല. കേരളത്തിലെ സോഷ്യൽ മീഡിയ പോലും ഈ വിഷയം ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പത്രപ്രവർത്തക യൂണിയൻ ഈ ആഴ്ചയിൽ സുരേഷ് ഗോപി മാപ്പ് പറയണമെന്ന് പറഞ്ഞ് എഴുതുന്ന നിലപാടങ്ങ് നിർത്തണം. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്, പത്രപ്രവർത്തക യൂണിയൻ ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് കേരളത്തിലെ സ്ത്രീകളുടെ പിന്തുണ കിട്ടുന്നത്. ഇനിയെങ്കിലും പത്രപ്രവർത്തക യൂണിയനും മാധ്യമ പ്രവർത്തകരും കേരളത്തിലെ രാഷ്ട്രീയക്കാരും ഒക്കെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് തൃശൂരിൽ വലിയ വിജയം, അദ്ദേഹത്തിന്റെ നേരെ ഉണ്ടായ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് പലപ്പോഴും വലിയ വിജയത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചേർന്നെന്ന കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരാളെ നിരന്തരമായി വേട്ടയാടും. അതേപോലെ വേട്ടയാടിയ ഒരാളെ നരേന്ദ്രമോദി, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ ഇങ്ങനെ നിരന്തരമായി ഒരാളെ വേട്ടയാടിയാണ് നിങ്ങൾ സുരേഷ് ഗോപിയെ വിജയത്തിലേക്ക് എത്തിച്ചത്. അതാണ് ഇപ്പോൾ പറയാനുള്ളത്. ഇങ്ങനെ ഒരാളെ പുറകെ നടന്ന് വേട്ടയാടിയ ശേഷം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യൂ, നിങ്ങളെ മാധ്യമപ്രവർത്തകർ എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ആത്മവിമർശനം നടത്തിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ വഴിയിലുള്ള എല്ലാവരും കടന്നാക്രമിക്കാൻ വരുന്നതിനെ കുറിച്ച് ഒരു ആത്മവിമർശനം കൂടി നടത്തണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അതിന്റെ എല്ലാ അർത്ഥത്തിലും മാധ്യമപ്രവർത്തകർ അവരുടെ ആ എത്തിക്സ് ഇല്ലാതാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയ അന്നു മുതലാണ്. മാധ്യമപ്രവർത്തനത്തിന്റെ എത്തിക്സ് നഷ്ടപ്പെട്ടതു മുതലാണ് വളരെ കുറച്ച് മാധ്യമപ്രവർത്തകർ, എത്തിക്സ് ഉള്ളവരില്ല എന്നല്ല, എത്തിക്സ് ഉള്ളവരും ഇന്നുണ്ട്. പക്ഷേ ഈ മാധ്യമപ്രവർത്തനത്തിന്റെ എത്തിക്സിന് കുറവ് വന്ന കാലഘട്ടം മുതലാണ് മാധ്യമപ്രവർത്തകരെ കടന്നാക്രമിക്കാൻ വന്നത്. ഇന്നലെ ഇത്രയും വിഷയമുണ്ടായിട്ടും ഇന്നലെ മുതൽ ചാനലുകളെല്ലാം തന്നെ ഭീഷണി ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഈ വിഷയം ഏറ്റെടുത്തോ എന്ന് കൂടി ചിന്തിക്കണം. സാധാരണ ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ സോഷ്യൽ മീഡിയ ഒന്നാകെ ഏറ്റെടുക്കുന്ന ഒരു വിഷയം, ആ വിഷയത്തിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് മാധ്യമപ്രവർത്തകരുടെ വിലയും നിലയും കളയുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതും അതുപോലൊരു കാര്യമാണ് എന്നാണ് പറയാനുള്ളത്. ഏതായാലും സുരേഷ് ഗോപി ഈ വിഷയത്തിൽ മാപ്പ് പറയേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹം പാർലമെന്റിൽ കാണിക്കാമെന്ന് പറഞ്ഞത് അലക്സ് റാം മുഹമ്മദിനെ അല്ല എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് സാധാരണ കേൾക്കുന്നവർക്കും ആ വിഷയം ഇന്നും അലക്സ് റാം മുഹമ്മദിന്റെ പ്രസംഗം കേട്ടാലും അലക്സ് റാം മുഹമ്മദ് അത് മാറ്റി പറഞ്ഞിട്ടില്ല കേട്ടോ. 2 പ്രാവശ്യം അയാൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇതാരാണ് ഭീഷണിയെന്നാക്കിയെന്ന് എനിക്കറിയില്ല. ഇന്ന് പറഞ്ഞതും ഇന്നലെ പറഞ്ഞതും അലക്സ് റാം മുഹമ്മദ് പറഞ്ഞത് ആ വാക്കുകൾ കറക്റ്റ് തന്നെയാണ്. അദ്ദേഹം പറയുന്നുണ്ട് പാർലമെന്റിൽ കാണിക്കാമെന്ന് തന്നെയാണ് പറഞ്ഞത്, അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും പാർലമെന്റിൽ ശിവൻകുട്ടിയെ പോലെ കാണിക്കുന്ന ഒരാളല്ല സുരേഷ് ഗോപി. മുണ്ടുരുതലെ കെട്ടി പാർലമെന്റിലൊന്നും നടക്കില്ല. ആ കാര്യത്തിൽ മാധ്യമപ്രവർത്തകർ പേടിക്കേണ്ട കാര്യമില്ല. അതൊരു വാർത്തയാകുമെന്നും പേടിക്കേണ്ട. ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ പ്രതികരണശേഷിയുള്ള ജനങ്ങൾ ഇനി ചിന്തിച്ചു തന്നെ തുടങ്ങണം. പ്രതികരണശേഷിയുള്ള ജനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ജനങ്ങളെ തന്നെ ബോധവൽക്കരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം മാധ്യമങ്ങൾ പറയുന്നത് എല്ലാം ശരിയാണ്, അല്ലെങ്കിൽ എല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങാനുള്ളവരല്ല മനുഷ്യർ, ബുദ്ധിയുള്ള മനുഷ്യരെന്ന മനുഷ്യർ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു അവസരം കൂടിയാണിത്.